സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ഫിഖ്ഹ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ പാഠം പരീക്ഷയ്ക്ക് വരും, ഏതു തരത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണിത്. മുഴുവനായും കാണുകയും കുട്ടികളെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുക. വിശദമായ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യപേപ്പറുകൾ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കാം. ഇങ്ങനെ പഠിക്കുന്നത് കുട്ടികളെ പരീക്ഷയോടുള്ള ഭയം ഇല്ലാതാക്കുകയും മനസ്സമാധാനത്തോടെ കൃത്യമായി ഉത്തരങ്ങൾ എഴുതാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. ഒന്നാമത്തത്, ശരിക്ക് ശരിയെന്ന് അടയാളം നൽകാം എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം കാര്യങ്ങൾ 2 ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. 6 5 നമ്മൾ നമ്മുടെ കുട്ടികളോട് ഇസ്ലാം കാര്യങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 5 എന്ന് വളരെ വ്യക്തമായിട്ട് അവർ ഉത്തരങ്ങൾ പറയും. പലപ്പോഴും ഇങ്ങനെ 2 ഓപ്ഷനുകൾ നൽകുമ്പോൾ കൃത്യമായ കള്ളികളിൽ ടിക്ക് ഇടാൻ കഴിയാതെ വരുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം അവരോട് ചോദ്യം ചോദിക്കുകയും ഏതു കള്ളിയിലാണ് മോന് ടിക്ക് ഇടുക എന്ന് തൊട്ടു കാണിക്കാൻ പറയുകയും വേണം. ഒന്നാമത്തെ കാര്യം, ഇസ്ലാം കാര്യങ്ങൾ 2 ഓപ്ഷൻ ഉണ്ട്. 6 5. ഉത്തരം 5 എന്നാണ്. 5 എന്നതിന് നേരെയുള്ള കള്ളിയിൽ ടിക്ക് ഇടുക. 2, 5 സമയങ്ങളിലായി നിർവഹിക്കണം. 5 സമയങ്ങളിലായി എന്താണ് നമ്മൾ നിർവഹിക്കേണ്ടത്? നിസ്കാരം, ഹജ്ജ്. 2 ഓപ്ഷനുകളുണ്ട്. നിസ്കാരമാണ് ശരിയുത്തരം. അടുത്തത്, വുളൂഇൽ ഒന്നിച്ച് ചെയ്യണം. 2 ഓപ്ഷനുകളാണ്. 2 കാല്, 2 ചെവി. നമുക്കറിയാം, കാല് കഴുകുമ്പോൾ ആദ്യം വലതുകാല് കഴുകണം, രണ്ടാമത് ഇടതുകാല് കഴുകണം. അപ്പോൾ കാലല്ല ഓപ്ഷന്, 2 ചെവിയാണ് ഒരുമിച്ച് തടവേണ്ടത്. 2 ചെവിക്ക് നേരെയുള്ള കള്ളിയിൽ ശരിയുത്തരം നൽകുക. വുളൂഅ് മുറിയുന്ന കാര്യങ്ങൾ 4 5 2 ഓപ്ഷനുകളുണ്ട്. കുട്ടികളോട് ചോദിക്കുക. 4 എന്ന ഉത്തരം അറിയാം അവർക്ക്. 4 എന്നതാണ് ഉത്തരം. മനീയ് പുറപ്പെട്ടാൽ വുളൂഅ് മുറിയും, വുളൂഅ് മുറിയില്ല. 2 ഓപ്ഷനുകളുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പാഠത്തിൽ വുളൂഅ് മുറിയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ മനീയ് അല്ലാത്ത വല്ലതും മുൻധാരങ്ങളിൽ നിന്നോ പിൻധാരങ്ങളിൽ നിന്നോ പുറപ്പെട്ടാൽ വുളൂഅ് മുറിയും എന്നാണ്. മനീയ് അല്ലാത്ത എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാകാം. മനി പുറപ്പെട്ടാൽ വുളൂഅ് മുറിയില്ലേ എന്ന്. വുളൂഅ് മുറിയില്ല എന്നതാണ് ഉത്തരം. മനി പുറപ്പെട്ടാൽ വുളൂഅ് മുറിയില്ല. മനിയെ അല്ലാത്ത എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനി പുറപ്പെട്ടാൽ വുളൂഅ് മുറിയില്ല എന്ന് കുട്ടികളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം. മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂഅ് മുറിയും, വുളൂഅ് മുറിയില്ല. 2 ഓപ്ഷന്, രണ്ടാമത്തേതാണ് ശരി. വുളൂഅ് മുറിയില്ല. വലിയവരായ അന്യരായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം തൊട്ടാലാണ് വുളൂഅ് മുറിയ. കുട്ടികൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂഅ് മുറിയില്ല എന്നതാണ് ശരി ഉത്തരം. രണ്ടാമത്തേത്, പൂർത്തിയാക്കാം ഇസ്ലാം കാര്യങ്ങൾ. 5 ചോദ്യങ്ങളാണ് അതിലുള്ളത്. പൂർത്തിയാക്കാം ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാം കാര്യങ്ങൾ കാണാതെ പഠിക്കണം, എഴുതി പഠിക്കണം. പരീക്ഷയ്ക്ക് കാണാതെ അറിയുന്ന കാര്യം എഴുതാനും കൂടി പരീക്ഷയ്ക്ക് കഴിയണം. ഇസ്ലാം കാര്യങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്, പരീക്ഷയ്ക്ക് വരാതിരിക്കില്ല. അതുകൊണ്ട് കുട്ടികളെ ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുകയും എഴുതി പഠിപ്പിക്കുകയും വേണം. പറഞ്ഞു പഠിച്ചാൽ മാത്രം പോരാ, അത് പരീക്ഷ പേപ്പറിലേക്ക് എഴുതാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. അതുകൊണ്ട് അത് എഴുതി ശീലിപ്പിക്കണം. ഒന്നാമത്തത്, 2ഉം അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. ഉത്തരം, വിട്ടുപോയ ഭാഗം ഷഹാദത്ത് കലിമ. ഷഹാദത്ത് കലിമ 2ഉം അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. അടുത്തത്, നിസ്കാരം നിലനിർത്തുക. എത്ര വക്ത് നിസ്കാരാണ്? 5 സമയത്തെ.
5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. അടുത്ത ചോദ്യം, സക്കാത്ത് കൊടുക്കുക. അവിടെ കൊടുക്കുക എന്ന് മാത്രമാണുള്ളത്. സക്കാത്ത് വിട്ടുപോയ ഭാഗമാണ്. സക്കാത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കുട്ടികളെ കൊണ്ട് എഴുതി തന്നെ ശീലിപ്പിക്കണം. എഴുതാതെ പഠിച്ചു പോയത് കൊണ്ട് പരീക്ഷ പേപ്പറിൽ അവർക്ക് എഴുതാൻ കഴിയില്ല. എഴുതി ശീലിച്ചാൽ മാത്രമാണ് നമ്മൾ പരീക്ഷയിൽ മാർക്ക് ലഭിക്കുന്നത്. 4, മുഴുവൻ നോമ്പ് നോൽക്കുക. ഏതു മാസത്തിലാണ് നോമ്പുള്ളത്? റമളാൻ മാസം. റമളാൻ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക. 5, ഹജ്ജ് ചെയ്യുക. ഹജ്ജ് ചെയ്യുക, ചെയ്യുക എന്ന് മാത്രമാണ് അവിടെയുള്ളത്. ഹജ്ജ് ചെയ്യുക, ഹജ്ജ് എന്നത് വിട്ടുപോയിട്ടുണ്ട്. അവിടെ ഹജ്ജ് ചെയ്യുക എന്ന് എഴുതുക. 3, നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതാം. നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതാം. 5 വക്ത് നിസ്കാരങ്ങളുടെ പേര് പഠിപ്പിക്കാനാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ തർത്തീബ് അനുസരിച്ച് എഴുതാൻ ചിലപ്പോൾ ചോദ്യം വരാം. അതുകൊണ്ട് കുട്ടികളെ 5 സമയത്തെ നിസ്കാരങ്ങളെ പേര് പഠിപ്പിക്കുമ്പോൾ കൃത്യമായ ഓർഡർ അനുസരിച്ച് പഠിപ്പിക്കുക. 1 ളുഹർ നിസ്കാരം, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ ഓർഡർ അനുസരിച്ച് തന്നെ പഠിപ്പിക്കുക. അടുത്ത സെക്ഷൻ ഉത്തരം എഴുതാം. 4 സെക്ഷൻ ഉത്തരം എഴുതാം. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ? നിസ്കാരം എന്ന പാഠത്തിൽ നിസ്കരിക്കുന്നവനെ. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നിസ്കരിക്കുന്നവനെ. നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. 2, വുളൂഇൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്ത്? ബ്രാക്കറ്റിൽ നിയ്യത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. നിയ്യത്ത് എന്താണെന്ന് അവിടെ എഴുതിയാൽ മതി. ഉത്തരം, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. വീണ്ടും പറയുകയാണ്, നമ്മളിത് കൃത്യമായി എഴുതി തന്നെ അവരെ പരിശീലിപ്പിക്കണം. 3 ചോദ്യം, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിനോടൊപ്പം ചെയ്യണം എന്ത്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. 4, വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ 1 എഴുതുക. വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ 1 എഴുതുക. അതിൽ ഇവിടെ എഴുതിയത് 4 കാര്യങ്ങളുണ്ട്. അതിലിഷ്ടമുള്ളത് എഴുതാം. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. വളരെ കുറച്ചുള്ള ഒരു ഭാഗമാണ് ഞാൻ എഴുതിയത്. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അതോടെ 5 അതേ ഉത്തരത്തിനോട് കണക്ട് ചെയ്ത ചോദ്യമാണ്. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ 2 എഴുതുക. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ 2 എഴുതുക. നമ്മുടെ പാഠത്തില് വുളൂ മുറിയുന്ന കാര്യങ്ങള് ഓരോന്നും എണ്ണി പറയുന്നതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റിൽ ചുവപ്പ് മഷിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഇവിടെ എഴുതേണ്ടത്. അതിൽ ഉറങ്ങുക, മത്ത് പിടിക്കുക എന്നിങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. ബോധക്ഷയമുണ്ട്. ഇവിടെ ഉത്തരമായി എഴുതിയിട്ടുള്ളത് ഉറങ്ങുക, മത്ത് പിടിക്കുക അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കുക. നമുക്ക് ഇഷ്ടമുള്ള 2 എഴുതാം. 5 സെക്ഷൻ ക്രമത്തിൽ നമ്പർ ഇടണം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഷഹാദത്ത് കലിമയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വാക്കുകൾ വേർതിരിച്ച് എഴുതിയ ഈ സന്ദർഭത്തിൽ അത് മനസ്സിലാക്കുകയും അത് ടിക്കിടാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. ഇങ്ങനെ നിങ്ങളൊരു പേപ്പറിൽ എഴുതിയതിനു ശേഷം കുട്ടികളോട് ഷഹാദത്ത് കലിമ ഓർഡറിൽ
ഓർഡർ അനുസരിച്ച് എഴുതുകയും അതിന് ടിക്കിടാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു ആണ് ഒന്നാമത്തത്. നിങ്ങൾക്ക് ഇവിടെ ഓരോന്നും കൃത്യമായി നമ്പർ ഇട്ടത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അഷ്ഹദു ആണ് ഒന്നാമത്തത്. അല്ലാ ഇലാഹ 2, ഇല്ല 3, ഇല്ലല്ലാഹ് നാലാമത്തതാണ്. അല്ലാഹ് എന്നതാണ് അവസാനം വരുന്നത്. അതിനുശേഷം വ അഷ്ഹദു 5, അന്ന 6, മുഹമ്മദൻ 7, റസൂലുള്ളാഹ് 8ാമത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 6ാമത്തെ സെക്ഷന് പൂരിപ്പിക്കാം എന്നതാണ്. നമ്മുടെ പാഠഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട വരികൾ കൊടുക്കുകയും അതിലെ ചില ഭാഗങ്ങൾക്ക് ഡോട്ട് ഡാഷ് നൽകുകയും ചെയ്യും. അവിടെ വിട്ടുപോയ ഭാഗങ്ങൾ, ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും. അങ്ങനെ എന്താണോ വിട്ടുപോയത് അത് എഴുതണം. അതിനാദ്യമായിട്ട് കുട്ടികൾക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് മറ്റാരുമില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. തീർച്ചയായും ഡാഷ് അല്ലാതെ ഇബാദത്തിന് വീണ്ടും ഡാഷ് മറ്റാരുമില്ലെന്ന് ഞാൻ, അവിടെയും ബ്ലാങ്കാണ്, ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. ഇതിൻ്റെ ഇടയിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് കണ്ടെത്തി എഴുതണം. ഇവിടെ വിട്ടുപോയത് തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ലൈനുകൾ, വരികളാണ് ഇങ്ങനെ പൂരിപ്പിക്കാം എന്ന സന്ദർഭത്തിൽ വരിക. ചിലപ്പോൾ ഷഹാദത്തു കലിമയെ പൂരിപ്പിക്കാനായിട്ട് വരും. ചിലപ്പോൾ ഷഹാദത്തു കലിമ പൂരിപ്പിക്കാം എന്ന് പറഞ്ഞു കൊടുക്കാം. മേലെ കൊടുത്തതിന് വിപരീതമായിട്ട് ഷഹാദത്തു കലിമയിലെ ചില വാക്കുകൾ വിട്ടുപോയ രീതിയിൽ പൂരിപ്പിക്കാൻ വേണ്ടി കൊടുക്കും. എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ കാണാതെ പഠിപ്പിക്കുകയും വേണം. കാണാതെ പഠിക്കുന്നതിനോടൊപ്പം എഴുതി ശീലിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷയിൽ ഫിഖ്ഹിൽ നിന്ന് 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാകുക. ഈ 4 പാഠങ്ങളും കൃത്യമായും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളിപ്പോൾ നൽകിയ ചോദ്യപേപ്പർ അനുസരിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ കാണാതെ എഴുതി വാങ്ങിച്ച് ശരിയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പരിശീലിക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ നല്ല മികച്ച വിജയം നമ്മുടെ കുട്ടികൾക്കുണ്ടാകും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങളും ഇതേപോലെ തന്നെ നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളത്, കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.